ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 17 ബുധനാഴ്ച. 2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ ഓഡിയോ ഞാൻ അയക്കുന്നത്. ആദ്യത്തെ കാര്യം, പരിശുദ്ധ അമ്മയുടെ ജപമാല ചങ്ങലയിൽ പേര് തന്നവർ ആരോ കുറച്ച് പേര് ചങ്ങലയൊക്കെ പൊട്ടിച്ചു എന്ന് മാതാവ് സന്ദേശം തന്നു. ഒരു പക്ഷേ അതിൻ്റെ ഒരു അടയാളം കൂടിയായിരിക്കാം പ്രാർത്ഥനയിൽ ജപമാല പൊട്ടിയത്. പ്രിയ കൂട്ടുകാരെ, സമർപ്പിത മക്കൾക്ക് വിളിയിൽ ഉറച്ചു നിൽക്കുന്നതിനും അവരുടെ ചുറ്റുമുള്ള പൈശാചിക രൂപികളെ നിർവീര്യമാക്കാനും പരിശുദ്ധ അമ്മയെ കടന്നു വരണമേ എന്ന നിയോഗത്തോടു കൂടെ നമ്മൾ ചെയിൻ റോസറി, ജപമാല ചങ്ങല തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ അതൊരു 10-12 വർഷം മുൻപ് തുടങ്ങിയതാണ്. പിന്നീട് അത് വളരെയധികം വ്യാപിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള മക്കൾ ഈ ജപമാല ചങ്ങലയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തേക്ക് ഫോൺ നമ്പറും പേരും പറഞ്ഞ് ഏത് സമയത്താണ് ഈ ജപമാല ചൊല്ലാൻ പറ്റുക എന്നറിയിച്ചിട്ടുണ്ട്. 24 hours ജപമാല സ്വർഗത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സമർപ്പിത മക്കൾക്ക് വേണ്ടി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുൻപ് അമ്മ സന്ദേശം തന്നു തുടങ്ങിയതാണിത്. 1 മണിക്കൂർ സമയം സമർപ്പിത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഏത് ജോലി ചെയ്യുമ്പോഴും, ആ സഹനം യാത്ര ചെയ്യുമ്പോഴോ എന്ത് പരിപാടി പങ്കെടുക്കുമ്പോഴും നമ്മൾ ആ സമയത്തെ സഹനവും ആ 1 മണിക്കൂർ സമയം നമ്മൾ സമർപ്പിതരെ ഓർക്കണം എന്നുള്ളതാണ് പ്രധാനം. ഒപ്പം അവരുടെ ചുറ്റും നിൽക്കുന്ന പൈശാചിക അരൂപികളെ നിർവീര്യമാക്കാൻ പരിശുദ്ധ അമ്മയെ ഇറങ്ങി വരണമേ എന്ന പ്രാർത്ഥന, എന്ന മനസ്സിലൊരു പ്രാർത്ഥനയോടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം നമ്മൾ ചൊല്ലുകയാണ്. എണ്ണം പിടിച്ച് ചെല്ലണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ആ 1 മണിക്കൂർ സമയം നമ്മൾ ലോകം മുഴുവനുമുള്ള സമർപ്പിതർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ കാപ്പ കൊണ്ട് പൊതിയാൻ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഈ ചങ്ങലയുടെ ഉദ്ദേശം. ഒരു 10-12 വർഷം മുൻപ് ഇത് പരിശുദ്ധ അമ്മയുടെ സന്ദേശം കിട്ടി തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഈ ജപമാല ചങ്ങല രൂപം പ്രാപിച്ചത്. അത് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചതും അതിനെക്കുറിച്ച് സ്വർഗം തന്ന സന്ദേശവും ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ മണിക്കൂറും ആരൊക്കെയാണ് ഏറ്റെടുത്തിരിക്കുന്നവരുടെ ഫോൺ നമ്പറും എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരിക്കൽ ഈശോ കാണിച്ചു തന്നു. ഒരു പച്ച ഡയറിയും അതിൻ്റെ ചട്ടയിന്മേൽ തന്നെ ഒരു ചെറിയ ഒരു ചെടി നിൽക്കുന്നൊരു ഫോട്ടോ. എനിക്കാദ്യം മനസ്സിലായില്ല. പിന്നീടാണ് ഞാൻ ഒരിക്കൽ ഡയറി എടുത്തപ്പോൾ ഈ ജപമാല ചങ്ങല എഴുതി വെച്ചിട്ടുള്ള ഡയറിയുടെ ചട്ടയാണത്. ഈശോ പറഞ്ഞു, മോളെ, നിങ്ങൾ എൻ്റെ സമർപ്പിത മക്കൾക്ക് വേണ്ടി ചൊല്ലുന്ന ഓരോ ജപമാലയും, ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ജീവൻ്റെ പുസ്തകത്തിൽ ഇവിടെ വരുമ്പോൾ കാണാം. എനിക്ക് വളരെ അതിശയകരമായൊരു കാര്യമായിരുന്നത്. മനുഷ്യൻ ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ സന്ദേശം കിട്ടിയിട്ട് തന്നെ ചെയ്ത ആ കാര്യം ഈശോ വളരെ വിലപ്പെട്ടതായിട്ട് കരുതിയിരിക്കുന്നു എന്ന്. അന്ന് തുടങ്ങിയതാണ് ഈ ജപമാല ചങ്ങല. ഒരുപാട് മക്കൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് 1 മണിക്കൂർ സമയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ 1500ഓളം ആളുകൾ ഇതിലുണ്ട്. നമുക്ക് രാത്രിയാകുമ്പോൾ പകലായിരിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അവിടുത്തെ മക്കൾ അത് ഏറ്റെടുത്ത് നടത്തും. അപ്പോൾ നമ്മുടെ ചങ്ങല പൊട്ടില്ല. പക്ഷേ ഈ 2-3 ദിവസം മുൻപ് പരിശുദ്ധ അമ്മ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. നമ്മുടെ സമർപ്പിതർക്ക് ഒരു മനസ്സിന്
ഉറപ്പില്ലാത്ത അവസ്ഥ, അതല്ലെങ്കിൽ അവരൊരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്ന അവസ്ഥ, ഒരു ശൂന്യത, എൻ്റെ അടുത്തേക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഉരുകി പ്രാർത്ഥിക്കും ഞാൻ. പക്ഷെ പരിശുദ്ധ അമ്മ പറഞ്ഞു, മോളെ, സമർപ്പിതരുടെ വിശുദ്ധിയും നിലനിൽപ്പും നിങ്ങളുടെ കൈകളിലാണ് ഞാൻ വെച്ച് തന്നിരിക്കുന്നത്. ആ ചങ്ങല പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, വേദനയോടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റെടുത്ത ആ ദൗത്യം, ജപമാല ചങ്ങല, ആ 1 മണിക്കൂർ സമയം സമർപ്പിതരെ ഓർക്കാതെ പോയോ? നമ്മൾ ഓർക്കാതെ പോകുമ്പോൾ ചങ്ങല പൊട്ടുകയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മുടെ കരുത്ത് ഐക്യത്തോടു കൂടി ചെല്ലുന്ന ജപമാലയാണ്. ഏറ്റവും വലിയ കരുത്ത് പരിശുദ്ധ കുർബാനയാണല്ലോ. അത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് ചെല്ലുന്ന ജപമാല. ഓരോ മണിക്കൂറും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ ആ മണിക്കൂറുകളിൽ സമർപ്പിതരെ ഓർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയ കൂട്ടുകാരെ, ഇന്നു മുതൽ നിങ്ങൾ വളരെ കൃത്യതയോടെ ആ 1 മണിക്കൂർ സമയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ ഓഡിയോ ഇടുന്നത്. ആർക്കെങ്കിലും ആ 1 മണിക്കൂർ സമയം ഇപ്പോൾ പറ്റുന്നില്ല, വേറൊരു മണിക്കൂർ വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ വേറൊരു സമയം, ആ സമയത്തിൽ നിങ്ങളുടെ പേര് എഴുതി വയ്ക്കാം. പ്രിയ കൂട്ടുകാരെ, ഒരു രാജാവിൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കൊച്ചു ചെറുപ്പത്തിൽ എവിടെയോ കാട്ടിലിരിക്കുന്നൊരു തത്ത മന്ത്രവാദിനിയുടെ കയ്യിൽ, ആ തത്തയുടെ കയ്യിലാണ് രാജാവിൻ്റെ ജീവനെന്ന്. അപ്പോൾ തത്തയെ കൊന്നാൽ രാജാവ് അവിടെ ചാവും. അതുപോലെയാണ് നമ്മുടെ ജപമാല ചങ്ങല. നമ്മുടെ ജപമാല തീക്ഷ്ണത കുറഞ്ഞാൽ, പൊട്ടിപ്പോയാൽ പിശാച് സമർപ്പിതരെ ആക്രമിക്കും. ഈ അവസാന കാലത്തിൽ പിശാചിനെതിരെയുള്ള ആയുധമാണ് ജപമാല എന്ന് മറക്കല്ലേ. ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോയിരുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ന് ജൂൺ 17-ാം തീയതി ബുധനാഴ്ച. ഇന്നാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിൻ്റെ തിരുനാൾ. ഈശോയുടെ തിരുഹൃദയ തിരുനാളും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ തിരുനാളും കഴിഞ്ഞു വരുന്ന ബുധനാഴ്ചയാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയ തിരുനാൾ. ഇന്ന് നമുക്ക് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നിർമ്മലമായ ഹൃദയത്തെ ഓർക്കാം. ഇന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ എത്രയും നിർമ്മല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ നമുക്ക് ചൊല്ലാം. മഹാവിശുദ്ധനായ ഔസേപ്പിതാവേ, അങ്ങേ തിരുമുമ്പിൽ ഇതാ ഞാൻ കുടുംബസമേതം വന്നണയുന്നു. ഞങ്ങളുടെ ജീവിതവും ജീവിതാന്തസ്സും ദേഹവും ദേഹിയും അങ്ങയുടെ ഏറ്റവും നിർമ്മല ഹൃദയത്തിന് അടിയറ വയ്ക്കുന്നു. വന്യപിതാവേ, അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയണമേ. തിരുസഭയെ വിശുദ്ധിയിൽ പരിപാലിക്കണമേ. ആത്മീയ അന്ധത ബാധിച്ചവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ അങ്ങ് പ്രാർത്ഥിക്കണമേ. അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഞങ്ങളെ ദൈവപിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിനായി ഒരുക്കണമേ. അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് അനുരൂപരാവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നിർമ്മല ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന പുണ്യങ്ങളും കൃപകളും അനുകരിച്ച് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെയും ആഴത്തിൽ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് ഈശോയെയും പരിശുദ്ധ അമ്മയെയും സംരക്ഷിച്ചതുപോലെ ശാരീരികവും ആത്മീയവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. വത്സല പിതാവേ, അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. അവയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കണമേ. അങ്ങനെ വിശുദ്ധി നിറഞ്ഞ ഹൃദയങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങൾക്കിടയാവുകയും പരമാർത്ഥ ഹൃദയർ ദൈവത്തെ ദർശിക്കും എന്ന തിരുവചനത്തിൻ്റെ വാഗ്ദാനം ഞങ്ങളിൽ ഫലമണിയുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ. പ്രിയ കൂട്ടുകാരെ, ഒന്നോർക്കണേ,
ജപമാല ചങ്ങലയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സമയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഞാൻ അതിനനുസരിച്ച് 24 മണിക്കൂറിലത്തെ മണിക്കൂറുകൾ ക്രമീകരിച്ചോളാം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയ തിരുനാളിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് കാഴ്ചവെക്കാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഔസേപ്പിതാവ് നമ്മെ കൊടുക്കും. അമ്മ ഈശോയുടെ ഹൃദയത്തിലെ അറയിലേക്ക് നമ്മെ പ്രതിഷ്ഠിച്ചുകൊള്ളും. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വലിയ സംരക്ഷണം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.